ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജയൻസ് 27 കോടി രൂപയ്ക്ക് പന്തിനെ സ്വന്തമാക്കിയെന്നാണ് വാർത്ത. ജിദ്ദയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരെ പഞ്ചാബ് കിങ്സും 23.75 കോടിക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ടീമിലെത്തിച്ചു. അനിൽ വാസുദേവ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, ഇപ്പോഴും അവിടെ താരലേലം ജിദ്ദയിൽ നടക്കല്ലേ? അതെ SKN, ഇന്നും നാളെയുമായിട്ടാണ് ഈ മെഗാ താരലേലം നടക്കുന്നത്. IPL 18ാം സീസണിന് മുന്നോടിയായാണ് ഈ മെഗാ താരലേലം നടക്കുന്നത്. ആകെ 577 താരങ്ങളാണ് ലേലപ്പട്ടികയിൽ ഉള്ളത്. ഇതിൽ ആദ്യ ദിനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ വന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഋഷഭ് പന്ത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമായി മാറി എന്നുള്ളതാണ്. 27 കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്. ആദ്യം 20 കോടി രൂപയ്ക്കാണ് ലക്നൗ സ്വന്തമാക്കിയത്. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന ടീമായ ഡൽഹി RTM ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ഇതോടുകൂടി കുറച്ചുകൂടി തുക ഉയർത്തണം എന്നുള്ള അനിവാര്യത വന്നു. ആ ഘട്ടത്തിലാണ് മുന്നും പിന്നും നോക്കാതെയുള്ള 27 കോടി രൂപ എന്നുള്ള വലിയ ബിഡ് വെക്കുകയും അങ്ങനെ ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഈ സീസണിൽ നിക്കോളാസ് പൂരൻ ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തെ 20 കോടി രൂപയ്ക്ക് ടീം നിലനിർത്തിയിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു താരത്തെ കൊണ്ടുവന്ന ടീമിൻ്റെ ബ്രാൻഡ് വാല്യൂ അടക്കം ഉയർത്തുന്നുള്ള തരത്തിലുള്ള തന്ത്രമാണ് ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. മറ്റൊരു വിലയേറിയ താരമായി മാറിയത് 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയ ശ്രേയസ് അയ്യരാണ്. കഴിഞ്ഞ തവണ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. ആ താരത്തിനും വിലയേറിയ ഒരു തുക തന്നെയാണ് കിട്ടിയത്, വലിയ തുക തന്നെയാണ് കിട്ടിയത്. മറ്റൊരു അയ്യർക്ക് കൂടി വലിയ തുക കിട്ടി. വെങ്കടേഷ് അയ്യരാണ്. 23.75 കോടി രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. നേരത്തെ വെങ്കടേഷ് അയ്യർ ഇതേ ടീമിൻ്റെ താരമാണ്. അദ്ദേഹത്തെ നിലനിർത്താതിരുന്നത് പലർക്കും അത്ഭുതമുണ്ടാക്കിയിരുന്നു. ഇതേ വെങ്കടേഷ് അയ്യർ തന്നെ നിലനിർത്താത്തിൽ സങ്കടമുണ്ടെന്നൊക്കെ തുറന്നു പറയുന്നു. അപ്പോൾ ആ താരത്തിന് ഒരുപക്ഷെ നിലനിർത്തിയതിനേക്കാൾ വലിയ തുകയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, 23.75 കോടി രൂപ. മുംബൈ ഇന്ത്യൻസ് ആണ് കാര്യമായ പർച്ചേസ് ഇതുവരെ നടത്താത്തത്. മുംബൈ ഇന്ത്യൻസിന് നിലവിൽ ഒരേ ഒരു ബിഡിംഗ് മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതായത് അവരുടെ മുൻ താരമായ ട്രെന്റ് ബോൾട്ടിനെ 12.5 കോടിക്ക് ടീമിൽ എത്തിച്ചിരിക്കുകയാണ്. വാശിയേറിയ ലേലം അങ്ങനെ പുരോഗമിക്കുകയാണ് SKN. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും താരലേലം ഇവിടെ പുരോഗമിക്കുന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ. നാളെയും താരലേലം ഉണ്ടാകുമെന്നാണ് അനിലിൻ്റെ റിപ്പോർട്ട്.